നമസ്കാരം. ഓന്തെന്ന് പറയുന്ന ഒരു ജീവിയെ നമുക്കറിയാം. അത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും ഇരയെ പിടിക്കാനും അത് നിറം മാറാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതേ സ്വഭാവം മനുഷ്യൻ പകർത്തിയാലോ ഓന്തിനുള്ള വില പോലും ആ വ്യക്തി കാണത്തില്ല. മാറി മാറി പറയുന്ന ഒരേ വിഷയം തന്നെ പല ആശയങ്ങൾ പല ആവർത്തി പല സ്ഥലങ്ങളിൽ മാറി മാറി പറയുന്ന വ്യക്തിയെ ഓന്തിന്റെ വില കളഞ്ഞാണെങ്കിലും ആ ജീവിയുടെ വില കളഞ്ഞാണെങ്കിലും നമുക്ക് അവനെ ഓന്തെന്ന് വിളിക്കാം. ഓന്തിന്റെ വില പോലും അവന് കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓന്തിനെയാണ് ഞാൻ നിങ്ങൾ മുമ്പാകെ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ആദ്യം കേൾക്കാം. സ്റ്റേജ് നമ്പർ 1. ഇവിടെ ഓന്ത് നിറം മാറുകയല്ല, എന്താണ് തന്റെ യഥാർത്ഥ നിറം എന്ന് ഓന്ത് കാണിക്കുകയാണ്. പിന്നെ 2 സ്റ്റേജുകളിൽ ഓന്ത് നിറം മാറുന്നതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓന്തിന്റെ യഥാർത്ഥ നിറം 25 വർഷക്കാലം ഓന്തിന്റെ യഥാർത്ഥ നിറം എന്തായിരുന്നു എന്ന് നമുക്ക് കേൾക്കാം. ആത്മപ്രവണത്തിനായിട്ട് കാത്തിരിക്കണമോ? പരിശുദ്ധാത്മാവ് എന്നേക്ക് കൂടി ഉണ്ട്. അത് നല്ലൊരു പോയിന്റാ. പരിശുദ്ധാത്മാവ് ഉണ്ട്, വന്നു, ഇനി തിരിച്ചു പോകത്തില്ല, അതുകൊണ്ട് ഇനി കാത്തിരിക്കണ്ട. പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുന്നത്, ഇനി കാത്തിരിക്കേണ്ടെന്ന് പറയുന്നത് അബദ്ധമാണ്. വ്യക്തിപരമായി കാത്തിരിക്കുക തന്നെ വേണം. പരിശുദ്ധാത്മാവ് അന്ന് യെരുശലേമിൽ വന്നതുകൊണ്ട് ഇന്ന് കാത്തിരിക്കേണ്ടെന്ന് പറയുന്ന കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ നീ കാത്തിരിക്കണം. കഴിഞ്ഞ 25 വർഷം ഓന്ത് സ്ഥായിയായി നിലനിർത്തിയ ഒരു സ്വഭാവമാണ് ഇപ്പൊ കാണിച്ചത്. അല്ലേടെ ഷിബു, നിനക്കൊന്നും അറിഞ്ഞൂടാ എന്ന് നീ പറഞ്ഞാൽ നീ ആരെ മണ്ടനാക്കാനാണ് ഈ പറയുന്നത്? നിനക്കറിയാം, പെന്തക്കോസ്ത് ദൈവശാസ്ത്രം വളരെ വ്യക്തമായി അറിയാം. പക്ഷെ നീ സുറിയാനിയെ പറ്റിക്കാൻ വേണ്ടി, ഒന്നും അറിഞ്ഞൂടാത്ത സുറിയാനിയെ പറ്റിക്കാൻ വേണ്ടിയും നീ വ്യാജം പറയുകയാണ്. കാത്തിരിക്കണം, അത് പെന്തക്കോസ്ത് വിശ്വാസമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. വേദപുസ്തക വ്യവസ്ഥയുണ്ട്. മർക്കോസിന്റെ മാളിക മുറികളിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർക്കാൻ. അവർ കാത്തിരുന്നു. അന്ന് ആ നാട്ടിൽ വന്നിരുന്ന ഉത്സവത്തിന് വന്ന് യഹൂദന്മാർ പല രാജ്യങ്ങളുള്ളവരായിരുന്നു. പരിശുദ്ധാത്മ വന്നപ്പോൾ ശിഷ്യന്മാർ അവരുടേതായ ഭാഷകൾ സംസാരിച്ചു, ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചു. അവർ കേട്ട് അത്ഭുതപ്പെട്ടു. ചിലർ പറഞ്ഞു മദ്യപിച്ചിരിക്കുന്നു എന്ന്. അന്യഭാഷ ആ രീതിയിലാണ് യെരുശലേമിൽ ഇറങ്ങിയത് ആദ്യ സമയം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു, ആത്മീയ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. ദൈവത്തിന് മാത്രം തിരിച്ചറിയാം. ദൈവത്തിന് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഭാഷകളും ദൈവാത്മാവിൽ സംസാരിക്കാം. ഇവിടെയുള്ള മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഭാഷകളും ദൈവാത്മാവിൽ സംസാരിക്കാം. ദൂതന്മാരുടെ ഭാഷകളും ദൈവമക്കൾ സംസാരിക്കും. ഈ 3 കാര്യം വേദപുസ്തകം പറയുന്നു. നിനക്കൊന്നും അറിയത്തില്ല എന്ന് നീ പറയുന്നത് വളരെ വഞ്ചനയാണ്. അപ്പോൾ നിനക്കറിയാമായിരുന്നു, കാത്തിരിക്കണം. ഇതാണ് ഓന്തിന്റെ 25 വർഷക്കാലം ഉണ്ടായിരുന്ന നിറം. തപ്പന ഓന്ത് വേറൊരു നിറം മാറുന്നുണ്ട്. അവനെ വിശ്വസിക്കാമോ, വിശ്വസിക്കണമോ, വിശ്വസിക്കണ്ടയോ എന്ന് ബുദ്ധിയില്ലാത്ത സുറിയാനികളെ നിങ്ങൾ തീരുമാനിക്കാം. അടുത്ത വരട്ടെ. ഷിബുചാൻ ഇത് കിട്ടിയിട്ടുണ്ട്. ഷിബുചാൻ പറയുന്നത് ഞാൻ വളരെ ശക്തമായിട്ട് കേട്ടിട്ടുമുണ്ട്. അപ്പൊ ഷിബുചാൻ ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് വളരെ രസകരമാണ്. ഇത് കേൾക്കണം. ഷിബുചാൻ ഈ അന്യഭാഷ കിട്ടിയത് അന്യഭാഷ എനിക്ക് കിട്ടിയില്ല, അത് വലിയ കാര്യമില്ലല്ലോ. അല്ല, എന്നാലും അത് കിട്ടിയതിന്റെ ആ ഒരു സർക്കംസ്റ്റൻസ് പറയും. അല്ല, പലരും ഈ 30 ദിവസം 20 ദിവസമൊക്കെ ഇരുന്നിട്ടാണ് ഇത് കിട്ടുന്നത്. ആൾക്കാർ ഇതിന് വേണ്ടിയിരുന്നപ്പോഴാണ്. എനിക്ക് ആക്ച്വലി ഈ സ്റ്റോറി ഷിബുചാൻ എങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. എന്നോട് ആദ്യമേ ചോദിച്ചു, താൻ എന്നോട് ചോദിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അതിപ്പം എനിക്ക് കിട്ടിയതാണ്. അത് നമുക്ക് കിട്ടി, അത്രേ ഉള്ളൂ. അല്ല, ഇങ്ങനെ കിട്ടിയതെന്ന് പറയണം. അതിനൊരു ചരിത്രമുണ്ട്. അതാണ് അല്ല, അത് പറയുന്ന കാരണം ഇതിന്റെ ഓതന്റിസിറ്റി അല്ല. കാരണം ആക്ച്വലി ഞാന് ഈ പെന്തക്കോസ്തിലൊക്കെ വരുന്നതിന് മുമ്പാ, ഞാൻ പ്രാർത്ഥനയൊന്നും പോകുന്ന സമയത്തൊന്നുമല്ല, ഞാനൊരു മലയുടെ മുകളിൽ ഇരിക്കുകയായിരുന്നു. സൺസെറ്റ് ഒക്കെ കണ്ട് ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കി, ഇങ്ങനെ പക്ഷികളൊക്കെ ചേക്കേറാൻ പോകുന്നു. ഈ നല്ലൊരു ബ്യൂട്ടിഫുൾ ക്യാൻവാസ് പോലെ ഇങ്ങനെ കാണുക. അപ്പൊ ഞാൻ പറഞ്ഞു, എത്ര രസം, എത്ര ഭംഗി, അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാം. പെട്ടെന്ന് ഒരു ചെറിയ ചൂട് പോലെ എന്റെ മുഖത്ത് വന്നു. ഞാൻ അങ്ങ് അന്യഭാഷകൾ പറയാം. അന്ന് അന്യഭാഷ ഒന്നും അറിയത്തില്ല. ഞാനുണ്ടല്ലോ, എന്റെ വായു ഒരു രക്ഷയില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിടിച്ചു നിർത്താൻ നോക്കി, ഒരു 1.5 മണിക്കൂർ നോക്കി കൺട്രോൾ ചെയ്ത് ഞാൻ മലയുടെ മുകളിൽ ഇറങ്ങിയപ്പോ ഒരു പരിചയക്കാരൻ ഓപ്പോസിറ്റ് വരിക. ഞാൻ പുള്ളിയുടെ ജന്നാൻ ചേട്ടാ ചേർന്ന് വെച്ചു, ഞാനല്ല വായു. അപ്പൊ എനിക്ക് മനസ്സിലായി സംഗതി പിടിവിട്ട് പോയി.
പിന്നെ അന്ന് മുഴുവൻ എനിക്ക് രാത്രിയായിട്ടും ഞാൻ പിന്നെ തന്നെ എന്ന് പറയുന്നത് പറഞ്ഞു നോക്കിയിട്ടൊന്നും മലയാളത്തിൽ വരുന്നില്ല. എന്നാ വാ വന്നാലും അന്നാ ഇത് വരിക. പിന്നെ ഞാൻ രാത്രി കിടന്നുറങ്ങി. അപ്പം അമ്മ ചോദിച്ചു കഞ്ഞി വേണമെന്ന് ചോദിച്ചു. വേണ്ടെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങുക. അപ്പം രാത്രി പിന്നെ വരികയത്. അപ്പൊ ഞാൻ ഈ തലവണ എടുത്ത് വായിക്കത്തിട്ട് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞ ഓന്ത് ഇപ്പോൾ ഉടനെ നിറം മാറിയിട്ട് പറയുകയാണ് അവന് തലയ്ക്ക് ചൂട് കയറിയപ്പോൾ അവന് ലഭിച്ചു എന്ന്. അപ്പോൾ ഈ ഷിബുവിന്റെ പിന്നാലെ പോണവരെ നിങ്ങൾ എന്ത് ആശയമാണ് വിശ്വസിക്കാൻ പോകുന്നത്? കാത്തിരുന്ന് പ്രാപിക്കുമെന്ന് വിശ്വസിക്കോ ഇവൻ പറയുന്നത് കേട്ട്? അതോ ചൂട് കയറിയപ്പോൾ മലയുടെ മുകളിൽ പോയിരുന്ന് സൂര്യന്റെ ചൂടടിച്ച് തലയ്ക്ക് വെളിവില്ലാതെ ഇരുന്നപ്പോൾ അവൻ പറഞ്ഞ പിച്ചും പേയുമാണ് അന്യഭാഷയെ നിങ്ങൾ വിശ്വസിക്കോ? എടാ വേദപുസ്തകത്തിൽ നീതി പുലർത്തടാ. നിന്നെ ഓന്തല്ലാതെ പിന്നെ എന്താന്ന് വിളിക്കേണ്ടത്? നീ ഓന്താണ്. നീ അവിടെ പറഞ്ഞു കാത്തിരിക്കണമെന്ന്, ഇപ്പോൾ പറയുന്നു നീ ചൂട് കയറിയാണ് നീ സംസാരിച്ചു എന്ന്. നിന്റെ വാക്യകത്ത് തലങ്ങണ സത്യത്തിൽ ഇരിക്കേണ്ടതാണ്. ദയവ് ചെയ്ത് സുറിയാനി ക്രിസ്ത്യാനികളെ ഇവന്റെ വായിൽ തലയണ കുത്തിക്കയറ്റാൻ നോക്ക്. അല്ലെങ്കിൽ കുറച്ച് കുന്തിരിക്കം മാറ്റുന്നൊന്ന് പോയ്ക്ക് ഇവന്റെ തലയ്ക്കകത്ത് കുറച്ച് വെളിവുണ്ടാവട്ടെ. ഓന്ത് രണ്ടാമതായി നിറം മാറി പറഞ്ഞത് കേട്ടല്ലോ. വരട്ടെ, മൂന്നാമത് ഓന്തത വളരെ ഗംഭീരമായി നിറം മാറുകയാണ്. ഞാൻ പാസ്റ്റർ ഷിബു പീഡിയക്കൽ. ഞാൻ 25 വർഷം പെന്തക്കോസ്തിൽ പാസ്റ്ററായിരുന്നു. 25 വർഷവും അന്യഭാഷ പറയുകയും പറയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതാണ്. അപ്പോൾ ഒരു ഉടായ്പ് മറ്റൊരു ഉടായ്പിനെ വിളിക്കുകയാണ് ഹലോ പാസ്റ്റർ. അതെങ്ങനെയാണ് പാസ്റ്റർ ആവശ്യവും? ഒരേ സമയം തന്നെ നിന്റെ വായിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെട്ടാൽ, ഒരേ മനസ്സിൽ നിന്ന് തന്നെ പല ആശയങ്ങൾ പുറപ്പെട്ടാൽ നിന്നെ പാസ്റ്റർ എന്ന് സംബോധന ചെയ്യാൻ പറ്റും? പാസ്റ്റർ എന്ന വാക്കിനർത്ഥം ഇടയൻ, ആളുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവൻ. നീ ആളുകളെ വഞ്ചിക്കാൻ നടക്കുകയല്ലേ? നിന്റെ നാവ് കൊണ്ട് നീ പല കാര്യങ്ങളും പറയുകയല്ലേ? അപ്പോൾ നിന്നെ വിളിക്കേണ്ടത്, നീ നിന്നെ പരിചയപ്പെടുത്തേണ്ടതും. ഞാൻ കഴിഞ്ഞ 25 വർഷക്കാലം പാസ്റ്ററായിരുന്നു, ഉടായ്പ് കള്ള പാസ്റ്ററായിരുന്നു. ഞാൻ കഴിഞ്ഞ 25 വർഷക്കാലം ജനങ്ങളുടെ ഇടയിൽ വികരിച്ച ആട്ടിൻ തോലിട്ട ചെന്നായായിരുന്നു. എന്നൊക്കെ പരിചയപ്പെടുത്ത ഒരു അന്തസ്സുണ്ടാ ഷിബു, അങ്ങനെ ഒരു അന്തസ്സുണ്ട്. ഞാൻ കഴിഞ്ഞ 25 വർഷം പാസ്റ്ററായിരുന്നു, അന്യഭാഷ പറയിപ്പിച്ചിരുന്നു. നീ എങ്ങനെ പറയിപ്പിച്ചു? നിന്നെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? സുറിയാനി മണ്ടന്മാർ, അവർക്കൊരു വെളിവില്ല. അവരുടെ ഇടയിൽ നീ എന്താണോ ഛർദ്ദിക്കും അത് വാരി തിന്നുവരും. നീ നിറം മാറിയ ഓന്ത് ഇപ്പോൾ പറയുന്നു നീ നിന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ് നീ പാസ്റ്റർ എന്ന്. ഇനി മേലാൽ അങ്ങനെ പറയരുത്. നീ പറയേണ്ടത് അന്തസ്സ പറയണം, ഞാൻ ഉടായ്പ പാസ്റ്ററായിരുന്നു, ഞാൻ ഒരു ഉടായ്പായിരുന്നു, ഞാൻ ഒരു കള്ളനായിരുന്നു എന്നാണ് നീ പറയേണ്ടത്. കാരണം അടുത്ത കാര്യങ്ങൾ നീ പറയുന്ന നിന്റെ വായിലെ മൊഴി കൊണ്ട് നീ വളരെ വലിയ ഉടായ്പും കള്ളനുമാണ് എന്ന് നീ നിന്റെ വായാൽ തന്നെ പറയുന്നു. പറയടാ ഷിബു, ജനം കേൾക്കട്ടെ. ഒരു മിനിറ്റ്. ഈ 25 വർഷം സംസാരിച്ച ഭാഷ ആരെ സംസാരിപ്പിച്ച ബ്രദറിനെ? എന്റെ വികാരം, എക്സ്പ്രഷൻ ഓഫ് മൈ ഫീലിംഗ്സ്. യെസ്, എന്റെ വികാരമാണത്. അത് ശരി. പാസ്റ്ററുടെ വികാരം. ഈ ഡ്രംബും എല്ലാം അടിച്ച് ഇതങ്ങോട്ട് കഴിയുമ്പോഴേക്കും അഡ്രിനാൽ റഷായി നമ്മൾ ഇളകി, നമ്മൾ വേണം വെച്ചു. ഓന്തിന് മനുഷ്യനാകാൻ പറ്റില്ല, പക്ഷേ മനുഷ്യന് ഓന്താകാം. അതാണ് ഷിബു. സുറിയാനി ക്രൈസ്തവരെ, ഒരു വിഷയത്തെക്കുറിച്ച് 3 വ്യത്യസ്ത അഭിപ്രായങ്ങൾ. നിങ്ങൾ ഓന്തിനെയാണ് പിന്താങ്ങുന്നത്, നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെയല്ല. ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. വിശുദ്ധമായ സ്ഥലത്ത് മ്ലേച്ഛത കയറി നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളുക, ഇത് അന്ത്യകാലമാണ്. മ്ലേച്ഛത നിങ്ങളുടെ വിശുദ്ധ സ്ഥലത്ത് കയറി നിൽക്കുകയാണ്, കയറി നിന്ന് ആർമാദിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. കാരണം സുറിയാനി ക്രൈസ്തവർ സത്യാരാധകരല്ല. വളരെ വ്യക്തമായി എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾ ഭൂതങ്ങളെ ആരാധിക്കുന്നവരാണ്. കാരണം പിതാവേ സ്തോത്രം, പുത്രാസ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം എന്നുള്ള ആരാധനയല്ല സത്യാരാധന. ഏക ദൈവത്തെ ആരാധിക്കുക, പുത്ര മുഖാന്തരം പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. പുത്രന് കൊടുക്കുക മഹത്വം. കാരണം ദൈവം ഏകനാണ്.
ഏകനായ ദൈവമായതുകൊണ്ട് പുത്രനെ ആരാധിക്കുമ്പോൾ അത് പിതാവ് മഹത്വപ്പെടുകയാണ്. പുത്രന് കൂടി അല്ലാതെ ആർക്കും പിതാവിനെ കാണാൻ സാധിക്കും. പിതാവിനെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പരിശുദ്ധാത്മാവിൽ യേശുവിനെ ആരാധിക്കുമ്പോഴാണ് പിതാവ് മഹത്വപ്പെടുന്നത്. അല്ലാതെ പിതാവിനെ നേരിട്ട് കയറി സ്തോത്രം ഹല്ലേലൂയ പറയാൻ താങ്കൾക്കോ എനിക്കോ അവകാശമില്ല. പുത്രനിൽ കൂടി, പുത്രനിൽ ആരാധന അർപ്പിക്കുന്നതിൽ കൂടി, പുത്രനെ മഹത്വപ്പെടുത്തുന്നതിൽ കൂടി, പുത്രനെ വണങ്ങുന്നതിൽ കൂടി മാത്രമേ തൃത്വാരാധന യഥാർത്ഥ ഏകത സത്യദൈവ ആരാധനയായി മാറുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഇങ്ങനെ നിറം മാറുന്ന ഈ ഓന്ത് ശുഭുവിനെ തിരിച്ചറിഞ്ഞ് ഈ മ്ലേച്ഛതയെ നീക്കിക്കളയുക. ഗോഡ് ബ്ലസ് യു.